നമുക്ക് പ്രാർത്ഥിക്കാൻ അല്ലാഹുവല്ലാതെ ഒന്നിനോട് പ്രാർത്ഥിക്കാൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ അള്ളയെ നമ്മളെ ഉണർത്തിയതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേറെ എവിടെയെങ്കിലും സ്വീകരിക്കാനുള്ള ജസ്റ്റ് ഖുർആനിലേക്ക് പറഞ്ഞു. ഖുർആന്റെ പ്രവാചകന്മാർ അല്ലാഹുവിനോട് അല്ലാതെ വേറെ എവിടെയെങ്കിലും പറഞ്ഞോ ഒരുപോലെ സ്വീകരിക്കാൻ വേണ്ടിയാൽ ഒന്ന് മാത്രം പറഞ്ഞു പോയി. പ്രവാചകന്മാർ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലാഹുമ്മ റബ്ബനാ റബ്ബി എന്നല്ലാതെ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു ശിലകളോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. എല്ലാ പ്രാർത്ഥനകളും റബ്ബിനോട്. രണ്ടാമത്തെ എന്താ? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവര് കേവലം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ആ സൃഷ്ടികൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായി അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്നവർ അശക്തരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, എത്ര ദുർബലരാണ്. ഒരു ഈച്ചയെ പോലും ശ്രദ്ധിക്കാൻ കഴിയാത്തവരാ. ആ ഈച്ച എന്തെങ്കിലും കൊണ്ടുപോയാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ആളുകളോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ഓരോ പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ദൗർബല്യം ബോധ്യപ്പെടാൻ ആവശ്യപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവല്ലാത്ത ഒരാളോട് നമ്മള് വിളിച്ച് പ്രാർത്ഥനയിൽ അവരെ ആരെയും ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് നമ്മൾ ഓർക്കണം. മറിച്ച് അവർക്ക് ഒന്നും വഴി പറയില്ല. വഴി പറയുന്നത് ആ നിമിഷം അറിയില്ല. അതുകൊണ്ട് സൃഷ്ടികളായ മലക്കുകളോട്, ജിന്നുകളോട്, ഔലിയാക്കളോട്, പ്രവാചകന്മാരോട്, മരിച്ചുപോയ ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാറില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏകനായ പടച്ചവനോട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത അറിയുന്നത് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ അവസാനിക്കാം. നിങ്ങൾ ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിയാൽ മണിക്കൂറുകളോളം കഴിക്കും. അവരിൽ പോയപ്പോ ഓരോ സഹോദരങ്ങളെ കണ്ടപ്പോ അവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ മൈലുകൾ താണ്ടിയിട്ടാണ്, കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് അവരിൽ മുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് ചെലവാക്കിയത് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, സമ്പത്ത് ആരോഗ്യം ചെലവഴിച്ചത് അവരുടെ എല്ലാ സൗകര്യങ്ങളും ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ? പ്രാർത്ഥന വിധിയെ തകർക്കും. ഒരു വിധി അന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വെടിഞ്ഞാകുന്ന പ്രയാസമുള്ള സംഗതിയാണെങ്കിൽ അത് ഇല്ലാതാക്കാൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ കഴിയില്ല. لا يرد القضاء إلا الدعاء ولا يزيد في الرد إلا برا وفي رواية لا يرد القدر إلا دعاء. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊക്കെയാണ് അല്ലാഹു ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ജീവിതത്തിൽ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ വരുന്ന വിധികൾ നമുക്കുണ്ടാകാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു. എത്ര സഹോദരങ്ങളാ പ്രിയപ്പെട്ട പരീക്ഷണങ്ങളിൽ സഹോദരിമാരെ എത്ര ആളുകളാ വിളിക്കുന്നത്. ഓരോ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ. ആർക്കും ദുനിയാവാണ്, പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണത്തിൽ താങ്ങാനാകാത്ത പരീക്ഷണങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം പോലെ അത്രമാത്രം പരീക്ഷണങ്ങളിൽ ഇരുന്ന പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ലാ ദുആ. പ്രാർത്ഥന കൊണ്ടല്ലാതെ വിധിയെ, ഖളാഇനെ, ഖദറിനെ മാറ്റാനാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനെ അറിയിച്ചതാണ്. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ ഇത് മാറ്റാൻ നമുക്ക് വഴി എന്താണ്? പ്രാർത്ഥന. നമ്മുടെ മുമ്പിൽ ഇരിക്കട്ടെ, ഇരിക്കാൻ സമയം കണ്ടെത്തണം. രണ്ടാമത്തതോ അല്ലാഹുവിനുള്ള പ്രതിഫലം വ്യാപാരമായി ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പ്രാർത്ഥനയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ. പറയുമ്പോ പ്രാർത്ഥനയിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇബാദത്തിലാണ്. മാത്രമല്ല അതിന്റെ ശ്രേഷ്ഠത മൂന്നാമതായി വിശദീകരിക്കുന്നത് അല്ലാഹുവുമായുള്ള ബന്ധം നന്നായിരിക്കുന്നു. പറയുന്നത് وكلما قل الدعاء قل تعلق العبد بالله عز وجل. നമ്മളെങ്ങാനും റബ്ബുമായുള്ള പ്രാർത്ഥന കുറച്ചു കഴിഞ്ഞാൽ റബ്ബുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഇങ്ങനെ അകത്ത് പോവുകയാണ്. പ്രാർത്ഥന കൂട്ടിക്കഴിഞ്ഞാലോ റബ്ബുമായി നമ്മൾ അടുക്കുകയാണ്. നമ്മൾ ഏറ്റവും അടുത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ റബ്ബിന് നമ്മളെ കൈ സിഫറാക്കുന്നുണ്ട്. ആ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്തുണ്ടായാലും ഒരാള് റബ്ബേ വിളിച്ചിട്ട് ആ റബ്ബ് അവന്റെ കൈ എങ്ങനെയാണ് പൂജായിട്ട് ഒന്നുമില്ലാതെ പറഞ്ഞു. എന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എന്നിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ ഞാൻ അവന്റെ എന്താണോ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ സന്നദ്ധന സിൽവറാക്കി പുണ്യമാക്കി സഹോദരങ്ങളെ, കുറച്ചൊരു മര്യാദയോടുകൂടി. ഒന്നാമത്തെ മര്യാദ ഒന്ന് ആത്മാർത്ഥമായി മനസ്സാന്നിധ്യത്തോട് കൂടി പ്രാർത്ഥിക്കുക. നമ്മള് ആത്മാർത്ഥമായി പ്രാർത്ഥനയിലൂടെ മര്യാദയാണ്. ആത്മാർത്ഥമായി നമ്മൾ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ അടുക്കലാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ബോധ്യത്തിൽ ഇഖ്ലാസോടുകൂടി നിർവഹിക്കുക. രണ്ട്, ഹംദും സ്വലാത്തും പറഞ്ഞ് പ്രാർത്ഥന ആരംഭിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുകും ഫൽയബ്ദഉ ബിതഹ്മീദില്ലാഹി വസ്സലാ അലൈഹി സുമ്മ ലിയുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ലിയബ്ദഉ അഹദുഹു ബിമാ ശാഅ. ആദ്യം ഹംദ് പറയുക, പിന്നെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, പിന്നീട് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഓരോന്നും പറയാ. അതൊരു മര്യാദയ. മറ്റൊന്ന് ഉത്തരം ലഭിക്കുമെന്ന ദൃഢബോധ്യമില്ല. ഹംദ് ചൊല്ലി ഇഖ്ലാസോട് കൂടി പ്രാർത്ഥിക്കും. എന്നിട്ട് കുറച്ചേക്ക് പറയും, ഞാൻ എത്രയോ പ്രാർത്ഥിച്ചില്ല. അങ്ങനെ വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കഴിവുള്ളവരാണ് എന്ന് ദൃഢബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഅ അഹദുകും ഫൽയൽസിമുൽ മസ്അലത വലാ യഖൂലന്ന അല്ലാഹുമ്മ ഇൻ ശിഅത ഫഅതീനി ഫഇന്നഹു ലാ മുസ്തഖിൽ ഹലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്ന പക്ഷം എനിക്ക് പൊറുത്തു തരണമേ, നീ ഉദ്ദേശിക്കുന്ന പക്ഷം എനിക്ക് നൽകണമേ എന്നുള്ള വാക്കുകൾ പറഞ്ഞു നോക്കൂ. അത് നിരാശയുടെ വക്താണ്. നീ ഉദ്ദേശിക്കുന്നവൻ പടച്ചോട് നീക്ക് കഴിയും. നിനക്ക് മാറ്റാൻ കഴിവുള്ളവനാണ് നീ തരാൻ കഴിവുള്ളവനാ. റബ്ബിനെ തഹ്മീദ് ചെയ്ത് റബ്ബിനെ പുകഴ്ത്തി നമ്മളൊന്ന് ഫാത്തിഹയെ പോയി ഉപയോഗിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ പടച്ചതമ്പുരാനെ നിനക്കാണ് സമർപ്പി. അർ-റഹ്മാനിർ റഹീം. നീ പരമദാനിക റബ്ബിനെ ഇങ്ങനെ പുകഴ്ത്തുകയാ. മാലിക് യൗമിദ്ദീൻ. പ്രതിഫലനാളിന്റെ ഉടമസ്ഥനായി എന്ന കണ്ടീഷൻ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ന നേരായ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാം. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ധൃതി കൂട്ടാൻ പാടില്ല.
أبي هريرة പറയണേ أن رسول الله صلى الله عليه وسلم قال يستجاب لأحدكم ما لم يعجل يقول دعوت فلم يستجب لي. അബൂ ഹുറൈറ പ്രവാചകൻ പറഞ്ഞത് പറയാണ്, നബി പറഞ്ഞു, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് പറയാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താണുള്ള ഉത്തരം എന്ന് പറയാതിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല, ഒന്നെങ്കിൽ അല്ലാഹു അപ്പം തന്നെ തരും, അല്ലെങ്കിൽ ഒന്ന് നമുക്ക് പറ്റിയ ഒരു സമയത്തേക്ക് നീട്ടി കൊടുക്കും, അല്ലെങ്കിൽ നാളെ നമുക്ക് ലഭിക്കും. നമ്മൾ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കരുത്. സഹാബത്ത് ചോദിച്ചു, قال يقول قد دعوت وقد دعوت فلم أرى يستجب لي فليستغفر عند ذلك ويدعو الدعاء. ഒരു അടിമയുമാകും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, എന്താണ് ഈ ധൃതിപ്പെടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്ക് ഉത്തരം കിട്ടുന്നത് കാണുന്നില്ല എന്ന് പറയുകയും അങ്ങനെ നിരാശനായി പ്രാർത്ഥന ഉപേക്ഷിക്കലുമാണ് ഈ അല്ലെങ്കിൽ ധൃതിപ്പെടുക എന്നത് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന്റെ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസ അവർ നമ്മൾ കിട്ടുമെന്ന പ്രതീക്ഷയെ അതാ ഖുർആൻ പറഞ്ഞത്, അവര് വിനയത്തോടുകൂടി വളരെ താഴ്മയോടുകൂടി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അവർ പ്രാർത്ഥിക്കുമെന്നാണ്. അതാണ് അവരുടെ ഗുണം. അതാണ് അവർ സ്വഭാവത്തോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരികളെ, ആത്മാർത്ഥയിക്കാൻ അവസാനത്തെ പത്തിനാവരാണ് കയ്യ എത്ര സ്പീഡിലെ പോയി അവസാനത്തെ പത്തിലേക്ക് വരാൻ എനിക്കാം. അള്ളാന്റെ റസൂല് തിരക്കുള്ള റസൂല് 10 വർഷം കഴിപ്പിക്കാവും. നമ്മളെക്കാൾ വലിയ തിരക്കുള്ള റസൂല് 10 വർഷം പണിയത് നമുക്ക് ഒരു മണിക്കൂർ ഇരിക്കാൻ കഴിയില്ല. എന്നിട്ട് നമ്മൾ വിചാരിക്കാം സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞ പ്രവാചകൻ രാത്രിയിൽ കഴിയുകയാണ്. സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞ സഹാബത്ത് തങ്ങളുടെ എല്ലാ പച്ചവെളുപ്പും ഒഴിവാക്കി പടച്ചുതമ്പുരാന്റെ പള്ളിയില ഇറച്ചിക്കാവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായി പറഞ്ഞോളൂ. സ്വർഗത്തിന് വേണ്ടി പറയുക, കുടുംബത്തിന് വേണ്ടി പറയുക, അയൽബന്ധത്തിന് വേണ്ടി പറയുക, മുക്കിനികൾക്ക് വേണ്ടി പറയുക, മുക്കിനികളായ സമൂഹത്തിന് വേണ്ടി പറയുക, പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് അവസാനത്തെ പത്തിന് തന്റെ കുടുംബക്കാരെ രാത്രികളെ ഹയാത്താക്കിയ പ്രവാചകൻ ചെയ്തത് അവരെ കഥ പറയലല്ല, അവരെ നിസ്സഹയനല്ല, അവൻ ചെയ്ത പാപങ്ങളോട് പച്ചതമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുക, എന്നിട്ട് അവരോട് പറയുകയാണ് പ്രിയപ്പെട്ടത്. നമ്മളും ഇതാ നമുക്ക് കടന്നു വരുന്നത് എന്നുള്ളത് മാസങ്ങളേക്കാൾ ബുദ്ധിമുള്ള ഒരു രാത്രിയിൽ പറയുമ്പോ ആ രാത്രിയുടെ മനസ്സിലാക്കി നമ്മളിങ്ങനെ ചൊല്ലിക്കാതിരിക്കേണ്ട 10 ദിവസം കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പറയുക. അവസാനമായി സൂചിപ്പിക്കട്ടെ, നമ്മൾ പറയണം, നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്, തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഞാനെങ്ങനെ ചെയ്തു പോയിട്ടുണ്ടാവുന്നതല്ല, ചെയ്തിട്ടുണ്ട്. ഞാൻ ജഗത്തിനോട് അധികം ചെയ്തു പോയിട്ടുണ്ട്. നീ പൊറുപ്പില്ല എങ്കിൽ, നീ കാലത്തെ കാണിച്ചിട്ടില്ല എങ്കിൽ ഞാൻ സഹോദരിമാർ, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോളൂ.
മഹുറത്ത് കിട്ടാതെ സ്വർഗം കിട്ടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടാനുള്ള ഒരു മാർഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥനയില്ല ഇരുത്ത് നമുക്ക് വേണ്ടി ആർക്ക് വേണ്ടി സ്വന്തത്തിന് വേണ്ടി